ട്രംപിൻ്റെ ടാരിഫുമായി ബന്ധപ്പെട്ട അമേരിക്കൻ സുപ്രീം കോർട്ട് 9-6 എന്ന നിലയിൽ ട്രംപിൻ്റെ ഈ ടാരിഫുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അതായത് അമേരിക്കൻ പ്രസിഡന്റിന് നിയമപരമായിട്ട് തിരിച്ചടി തന്നെയാണ്, നിയമപരമായിട്ട് ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ടു. അമേരിക്കയിലെ മറ്റേ ലോവർ കോർട്ടിലും ഹൈക്കോർട്ടിലെല്ലാം ഇത് ട്രംപിനെതിരായിരുന്നു. അത് എതിരായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മനസ്സിലാക്കണം. അതായത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരെയാണ് ഈ റെസിപ്രോക്കൽ ടാരിഫ് എന്ന് പറയുന്ന സംഭവം പ്രസിഡന്റിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഉണ്ടായത്. അതാണ് അതിൻ്റെ ബേസിക് ഇഷ്യൂ. കാരണം കോൺസ്റ്റിറ്റ്യൂഷനിലെതിരെയാണ്. അതുകൊണ്ട് അതവർ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. ഇതേപോലെ തന്നെ ഇന്ത്യയിലെ ഇഷ്യൂ നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇലക്ഷൻ ബോണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്ടാണ്. അതുകൊണ്ടാണ് സുപ്രീം കോർട്ടിൻ്റെ ഭരണഘടനാ ബെഞ്ച് അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തത്. അപ്പോൾ ഈ ഇലക്ഷൻ ബോണ്ട് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അതിൻ്റെ പേരിൽ അത് കഴിഞ്ഞ് ഇലക്ഷൻ നടന്നില്ല. ഇന്ത്യയിൽ നടന്നു. ഈ പൊളിറ്റിക്കൽ പാർട്ടിക്ക് പണം കിട്ടിയില്ല. പണം കിട്ടി. അതിന് ആസ് യൂഷ്വൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അതാദ്യം മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് അമേരിക്കൻ ടാരിഫുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ കേരളത്തിലെ യൂട്യൂബുകാരും സാറ്റലൈറ്റ് മീഡിയയും നാഷണലിലെ പല ആൾക്കാരും പറയുന്നത് യഥാർത്ഥം മനസ്സിലാക്കുക. അതായത് അമേരിക്കൻ മീഡിയയിലും മറ്റു ഗ്ലോബൽ മീഡിയയിലേക്ക് ഇതിനെപ്പറ്റി ഇങ്ങനെ വാർത്ത വരുന്നുണ്ട്. ഇതിന് വേറൊരു പേര് വരും. ടാരിഫിന് പകരം ഈ പറയുന്ന ഇറാനെതിരെയും നോർത്ത് കൊറിയക്കെതിരെയും മറ്റുള്ള രാജ്യങ്ങൾക്കെതിരെയൊക്കെ അമേരിക്ക സാങ്ഷനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ നേരത്തെ റെസിപ്രോക്കൽ ടാരിഫ് 25, അത് കഴിഞ്ഞ് പ്യൂണിറ്റീവ് ടാരിഫ്, അതായത് റഷ്യൻ ഓയിൽ വാങ്ങി. അതിൻ്റെ പേര് പ്യൂണിറ്റീവ് ടാരിഫ് എന്ന്, അതായത് റെസിപ്രോക്കൽ അല്ല. അപ്പം ഈ സംഭവം ഉണ്ടായി. ഈ പ്യൂണിറ്റീവ് ടാരിഫിൻ്റെ കാര്യമൊന്നും പറയുന്നത്, ടാരിഫ് റെസിപ്രോക്കൽ ടാരിഫ് ശരിയല്ല, അതുകൊണ്ട് സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്നു. ഇതാണ് സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇത് ആഹ്ലാദിക്കുന്നവരിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഗവൺമെൻറ്റിന്, ട്രംപ് അഡ്മിനിസ്ട്രേഷന്, അമേരിക്കൻ കോൺഗ്രസിലും സെനറ്റിലും ഈ സംഭവം അവതരിപ്പിച്ച് അവർക്കിത് നടത്താൻ സാധിക്കും. അത് മനസ്സിലാക്കി അവർക്ക് ബില്ല് അവതരിപ്പിച്ച് ഡിസ്കഷൻ നടത്തി അവർക്ക് വോട്ടിട്ട് ഈ സംഭവം അവർക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനെ പൂർണ്ണമായിട്ടും ഡെമോക്രാറ്റ്സ് എതിർക്കാൻ പറ്റില്ല. കാരണം ഈ ട്രംപിൻ്റെ ടാരിഫ് കൊണ്ട് അമേരിക്കയ്ക്കാണ് പ്രയോജനം ഉണ്ടായേക്കുന്നത്. അതാണ് ഇതിൻ്റെ കാര്യം. പിന്നെ അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞത് കുറഞ്ഞു. ഇപ്പം ഇതൊക്കെ അമേരിക്കൻ കോൺഗ്രസിലും സെനറ്റിലും ഒക്കെ ഡിസ്കഷൻ വരുമ്പോൾ ഇതൊക്കെ ആൾക്കാരെടുത്ത് ഈ പോയിന്റുകളൊക്കെ എടുത്ത് വെക്കും. കാരണം അമേരിക്കൻ എക്കോണമി സ്ട്രെങ്തൻ ചെയ്തു, വളരെ മോശമായിരുന്നു, സ്ട്രെങ്തൻ ചെയ്തു. ട്രേഡിൻ്റെ ഡെഫിസിറ്റ് കുറഞ്ഞു. അതേപോലെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര ശക്തമായ റെക്കോർഡ് രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ ട്രംപിൻ്റെ പോളിസിയുടെ ഭാഗമായിട്ടുണ്ടായതാണ്. പക്ഷെ ഈ പറയുന്ന ടാരിഫ് എന്ന് പറയുന്ന സംഭവം, ആ പേരിട്ട് റെസിപ്രോക്കൽ, ഇതിനെയാണ് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനം, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന്. നിങ്ങളൊരു അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന, ലോകത്തെവിടെ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കണം, അവരേതൊക്കെ പ്രതിസന്ധി ഘടകം ഈ ഭരണം സർവൈവ് ചെയ്തിട്ടാണ് ഈ എക്സ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ലൈസൻസിങ് പാർട്ട്ണറുണ്ട്. ആരാണ് ലൈസൻസ് കൊടുക്കുന്നത്? അമേരിക്കൻ ഫെഡറൽ ഗവൺമെൻറ്. ഈ ലൈസൻസിങ്ങിൻ്റെ അകത്ത് ഒത്തിരി ക്രോസ് എഴുതി വെച്ചിട്ടുണ്ട് ശരിക്കും. ഇപ്പം ഈ ക്രോസിനകത്ത് പലതും ഉണ്ട്. അതായത് ഇത്ര പ്രായമുള്ള കുട്ടികളെ കൊണ്ട് അവിടെ ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല, അത് ഇത്രമാത്രം ക്ലീൻ ആയിരിക്കണം, തൊഴിലാളികൾക്ക് സാലറി കൊടുക്കണം കറക്റ്റായിട്ട്, ആ സാലറി കൊടുക്കുന്നതിൽ അവർക്ക് ഇത്ര തന്നെ ആയിരിക്കണം സാലറി, അവർക്ക് ജീവിച്ചു പോകുന്ന സാലറി കൊടുത്തിരിക്കണം. ഇങ്ങനെ പല പല ക്രോസുകളുണ്ട്. അതേപോലെ ഒരു സമയത്ത് ഇന്ത്യൻ മാംഗോ അമേരിക്കയിലോട്ട് പോകുമായിരുന്നു. അമേരിക്ക ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു, ഇന്ത്യയുടെ മാംഗോ എന്ന് പറയുന്ന സാധനം, അതിനകത്ത് ഫർട്ടിലൈസർ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുക, അതിൻ്റെ പേര് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. നേരത്തെ നമ്മൾ ഇതിനേക്കാളും കൂടുതൽ ബാസ്മതി റൈസ് അമേരിക്കയിലോട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ പേരിൽ അമേരിക്ക ആ സംഭവം തള്ളിക്കളഞ്ഞു. കാരണം ഫർട്ടിലൈസർ കൂടുന്നു. അതിൻ്റെ പേരിൽ അമേരിക്കയ്ക്ക് വേണ്ടി ഒരു ഫർട്ടിലൈസറിൻ്റെ രീതി ഉണ്ടാക്കി ഇന്ത്യൻ കർഷകർ. ഇതൊക്കെ ഓരോ പടികളാണ്. ഇന്ത്യയിൽ നിന്ന് മരുന്നുകൾ ഏറ്റവും കൂടുതൽ അമേരിക്ക ജനറിക് മെഡിസിൻ വാങ്ങുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഈ ലൈസൻസിങ് അവർക്ക് ഇൻസ്പെക്ഷനും പരിപാടികളൊക്കെ ഉണ്ട്.
അവർ പറയുന്നു ചിലതിൻ്റെ അകത്ത് ഇതിൻ്റെ കെമിക്കൽ ശരിയല്ല, അത് ശരിയല്ല, ഇത് ഹാം ചെയ്യും, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമാത്രം തിരിച്ചടി. അത് ബേസിക്കലി ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് കോർട്ടിൻ്റെ ഡിസിഷനൊക്കെ നിൽക്കട്ടെ, ലീഗലായിട്ട് ബേസിക്കലി അമേരിക്കൻ പോളിസിയാണ് മാറ്റർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ പറയുന്ന കോർട്ട് വേർഡിക്റ്റ് വന്നിട്ട്, ഈ ജഡ്ജ്മെൻറ്റ് വന്നിട്ട് പൂർണ്ണമായിട്ടും നിശബ്ദമായിരുന്നു. കാര്യം എന്താ? കാരണം അവർക്കറിയാം ഇത് ഒരു പ്രയോജനം ഇന്ത്യക്ക് ചെയ്യത്തില്ലെന്ന്. കാരണം അമേരിക്കൻ ട്രംപ് അഡ്മിനിസ്ട്രേഷനെ പിണക്കി, അമേരിക്കയെ പിണക്കി നിങ്ങൾക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ഒരു കാര്യം ഉദാഹരണമായിട്ട് പറയാം. ഇപ്പം ഞാൻ ഒരു സാധനം വിൽക്കാനായിട്ട് നിങ്ങളുടെ കടയിൽ കൊണ്ടുവന്ന് വെക്കാൻ ശ്രമിക്കുന്നു. അതായത് ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടറാണ്, ഏജൻ്റാണ്, അല്ലെങ്കിൽ മാനുഫാക്ചറാണ്. അതായത് നിങ്ങളുടെ കടയിലാണ് ഈ സാധനം വെക്കേണ്ടത്, ഈ സാധനം നിങ്ങളാണ് വിൽക്കേണ്ടത്. അതായത് നിങ്ങളത് വിറ്റാൽ മാത്രമേ എനിക്ക് ഈ പണം കിട്ടുകയുള്ളൂ. ഇതിനകത്ത് മിഡിലായിട്ട് നിൽക്കുന്ന സംഭവമുണ്ട്. അതായത് ഗവൺമെൻറ് റെഗുലേറ്റേഴ്സ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന മാനുഫാക്ചറിങ് ശരിയാണോ, ഇത് പ്രോപ്പറാണോ, ഇത് ISI സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, ഇത് പ്രോപ്പറായിട്ടാണോ, ഇതിൻ്റെ കെമിക്കലിൻ്റെ എത്രയാണ്, അതാണ്, ഇതാണ്, കോടയാണോ, കുടച്ചക്രമാണ്. ലൈസൻസിങ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ നമുക്ക് സപ്ലൈ ചെയിൻ പോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും മോണിറ്റർ ചെയ്യുന്നൊരു ബോഡിയുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന മാനുഫാക്ചർ ചെയ്യുന്ന എന്നെ, അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എന്നെ, ഈ സാധനം സ്ട്രൈക്ക് ഡൗൺ ചെയ്യുക. ഇത് ആലോചിച്ചാൽ മതി. ഇപ്പം ഇതിൻ്റെ എൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഗവൺമെൻറ്റാണ്. അവരാണ് തീരുമാനിക്കുന്നത് ഈ സാധനം വരണോ വരണ്ടായോ. അതായത് ലൈസൻസിങ് എന്ന് പറഞ്ഞ സാധനം അവർക്ക് തീരുമാനിക്കാം. അവരുടെ ഇൻസ്പെക്ടേഴ്സിന് തീരുമാനിക്കാം, അവരുടെ ഏജൻസിക്ക് തീരുമാനിക്കാം ഇന്ന പ്രോഡക്റ്റ് വേണ്ട, ഇന്ന കമ്പനിയുടെ പ്രോഡക്റ്റ് വേണ്ട, അതിൻ്റെ കാര്യം ഇന്നതൊക്കെയാണ്. അപ്പം അതിന് ടാരിഫായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിനവർ ഇഷ്ടം പോലെ സംഭവങ്ങൾ ഉണ്ടാക്കിയങ്ങ് എടുക്കും. ഇത് ഞാൻ പറയുന്നൊരു സംഭവം നിങ്ങൾ മനസ്സിലാക്കുക, അതൊരു വലിയ മാർക്കറ്റാണ്. അപ്പം ആ മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. ഈ പെട്ടെന്ന് നിങ്ങളൊരു സാധനം ഉദ്ദേശിക്കുന്നു, പെട്ടെന്ന് അങ്ങനെ അവിടെ കൊണ്ട് വെക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അവരുടെ ഓരോ ലീഗാലിറ്റിയും അതും ഇതും അവരുടെ ഇൻസ്പെക്ഷനും എല്ലാം കഴിഞ്ഞ ശേഷം മാത്രമാണ് അവരുടെ ഷെൽഫിൽ പോകുന്നത്. അപ്പം അതിന് കോമ്പറ്റീറ്റീവ് മാർക്കറ്റും ഉണ്ടാകണം. പിന്നെ അടുത്ത സംഭവം കേട്ടോളാം. ഈ 10% ടാരിഫ് എന്ന് പറയുന്നത് ഗ്ലോബലായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചു. ഇന്ത്യക്കും ബാധകം 18 10% പോയി. ശ്രദ്ധിക്കുക അടുത്തത്. അവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്തുവാ? ഇന്ത്യൻ പ്രോഡക്റ്റിൻ്റെ അതേ രീതിയിലുള്ള പ്രോഡക്റ്റ് ലോകത്ത് പല രാജ്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന ചൈനയാണ്. ഈ പറയുന്ന മെഡിസിൻ, ഈ പറയുന്ന ഇലക്ട്രോണിക്സ്, ഈ പറയുന്ന കാറിൻ്റെ സ്പെയർ പാർട്സ്, അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ടെക്സ്റ്റൈൽ, ഇതൊന്നും ചൈനയിൽ ഉണ്ടാക്കുന്നില്ല, ഇതൊക്കെ ചൈനയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ചൈനീസ് പ്രോഡക്റ്റ് കൺട്രോൾ ചെയ്തിട്ട് ഇന്ത്യൻ പ്രോഡക്റ്റ് ചൈനീസ് മാർക്കറ്റിൽ വരുന്നത്? ഇതാണ് നിങ്ങൾ പഠിക്കുന്ന ആദ്യത്തെ പാഠം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അമേരിക്കൻ റെഗുലേറ്റേഴ്സ് ചൈനയുടെ ചില സാധനങ്ങൾക്ക് കോട്ട വെച്ചിട്ടുണ്ട്, ചിലയിടത്ത് റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്, ചില സാധനങ്ങൾ അവിടെ കയറ്റത്തില്ല. എൻ്റെ കാര്യം എന്ത്? കാരണം ഇന്ത്യൻ സാധനങ്ങൾ അവിടെ വരണം, ഇന്ത്യൻ സാധനങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടാവണം, അതിൻ്റെ കോമ്പറ്റീറ്റീവ് പ്രൈസ് ഉണ്ടാകണം. ഈ പറയുന്ന 10% ചൈനയുടെ വിയറ്റ്നാമിൻ്റെ മറ്റുള്ള രാജ്യങ്ങളിലെ റെസ്ട്രിക്ഷൻ ഇല്ലാതായി. കാരണം അവർക്ക് ഇന്ത്യയെക്കാളും നല്ലപോലെ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ അറിയാം. ഇന്ത്യയെക്കാളും ചീപ്പാണ് ലേബർ വിയറ്റ്നാമും ബംഗ്ലാദേശും മറ്റുള്ള രാജ്യങ്ങളിൽ. അപ്പോൾ ഈ പ്രോഡക്റ്റിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രോഡക്റ്റ് ആര് വാങ്ങും? അതായത് കോമൺ സെൻസിലാണ് ഈ ചിന്തിക്കേണ്ടത്. അമേരിക്കൻ ട്രേഡ് എന്തുവാണെന്നുള്ളത്. ഈ പറയുന്ന യൂറോപ്യൻ ട്രേഡിൽ ഇത് ബാധകമാണ്. അവിടെയാണ് ഈ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് മാറ്റർ ചെയ്യുന്നത്. അതിൻ്റെ സുപ്രീം കോർട്ടൊന്നും ഇടപെടാൻ പറ്റത്തില്ല. എങ്ങനെ? ചില രാജ്യങ്ങൾക്ക് ചില റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം അമേരിക്കയ്ക്ക് താല്പര്യം ഇന്ത്യൻ പ്രോഡക്റ്റാണ് ആ മാർക്കറ്റിൽ വരേണ്ടത്, ഇന്ത്യയുടെ എക്കോണമി ഡെവലപ്പ് ചെയ്യണം, അപ്പം ഇന്ത്യ അമേരിക്കയുമായിട്ട് ബന്ധത്തിൽ പോകണം. അത് അവരുടെ ജിയോ പൊളിറ്റിക്കൽ നയത്തിൻ്റെ ഭാഗമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നയമാണ് ഇതിൻ്റെ അകത്ത് പ്രധാനം, ഗവൺമെൻറ് പോളിസീസ്. ഈ പോളിസിയിൽ നമുക്ക് പ്രോആക്റ്റീവായിട്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ട്രേഡ് കൂടുന്നത്. കാരണം മറ്റുള്ള രാജ്യങ്ങളിലെ പ്രോഡക്റ്റും, ചൈനയാണെങ്കിലും വിയറ്റ്നാം ആണെങ്കിലും ബംഗ്ലാദേശാണ്, ആ മാർക്കറ്റിൽ പോകുന്ന പ്രോഡക്റ്റിന് അമേരിക്ക ചില റെസ്ട്രിക്ഷൻ കൊണ്ടുവരും. അപ്പോൾ ഇന്ത്യൻ പ്രോഡക്റ്റിന് ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടും. അപ്പം നമുക്ക് വലിയ കോമ്പറ്റീറ്റീവ് പ്രൈസിന് അവരുടെ പ്രോഡക്റ്റിനേക്കാളും കുറഞ്ഞ വില ഇന്ത്യൻ സാധനങ്ങൾക്ക് അമേരിക്കൻ മാർക്കറ്റിൽ കിട്ടും. ഇതാണ് ഇതിൻ്റെ ഗെയിം എന്ന് പറയുന്നത്.
അതുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിനെപ്പറ്റി നിശബ്ദമായിട്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ 10% ഈ പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അറിയാം. അതായത് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ കൃത്യമായിട്ട് അറിയാം. അത് ഈ ടാരിഫിന് പകരം വേറൊരു പേരുണ്ടാക്കി അവിടെ വരും. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇത് കേട്ടിട്ട് നിശബ്ദമായിട്ടിരിക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഈ മാർച്ച് 31 മുതൽ ഏപ്രിൽ 2 വരെ ചൈന ട്രിപ്പിലാണ്. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് അയാൾ ചൈനയിൽ പോകും. നേരത്തെ ഇന്ത്യയിൽ വരാനിരുന്ന സംഭവമാണ് ചൈനയിലോട്ട് പോകുന്നത്. അവിടെ പോയിട്ട് ഈ ചൈനയുമായിട്ട് എഗ്രിമെൻറ്റിലൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് കേൾക്കുക, അവരുടെ ഗാർമെൻറ്റ്സും അതേപോലെ അവരുടെ കാറുകളും അമേരിക്കൻ മാർക്കറ്റിൽ വാതിൽ തുറന്നാൽ, ഈ പറയുന്ന ടാരിഫ് കുറച്ചാൽ, ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പിന്നെ എവിടെ പോയി ഈ കാറിൻ്റെ മാർക്കറ്റ് ഉണ്ടാക്കും? ജർമ്മനിയുടെ ഏറ്റവും വലുത് കാറാണ്. ഫ്രാൻസിൻ്റെ ഈ പറയുന്ന ഫ്രഞ്ച് വൈനാണ്. ഇതിന് പിന്നെ എവിടെ മാർക്കറ്റ്? ഈ ഫ്രഞ്ചിനേക്കാളും നല്ലപോലെ വൈൻ ഉണ്ടാക്കി ചൈനയോട് തരാൻ പറഞ്ഞ് അവർ കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇതിൻ്റെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ്. എന്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ, യൂറോപ്യൻ രാജ്യങ്ങൾ നിശബ്ദമായത് കേട്ടിട്ട്? അവർക്കറിയാം ഇതിൻ്റെ ഈ കോർട്ടിൻ്റെ വിധിയൊന്നും വലിയ പ്രശ്നമൊന്നും, അതൊരു ലീഗൽ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ വേറൊരു ഭാവത്തിലും രൂപത്തിലും ഇത് വരുമെന്നറിയാം. കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ് നിർണ്ണയിക്കേണ്ടത്, തീരുമാനിക്കുക. കാരണം ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രാധാന്യം. കാരണം കോൺസ്റ്റിറ്റ്യൂഷണലി ഈ പറയുന്ന സംഭവം സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. ട്രംപ് അഡ്മിനിസ്ട്രേഷനും അറിയാതെ സ്ട്രൈക്ക് ഡൗൺ ചെയ്യുമെന്ന് അവരിങ്ങനെ നോക്കി. അപ്പം അതിനടുത്ത് പോകുമ്പോഴേ അവരുണ്ടാക്കിയെടുക്കും. അതായത് വേറെ രൂപത്തിൽ ഈ സാധനം വരും. അപ്പം ഇതേ ഉള്ളൂ. അതിനകത്ത് ഈ പറയുന്ന ആഹ്ലാദത്തിൻ്റെ കാര്യമൊന്നുമില്ല. കാരണം അത് അമേരിക്കയാണ് ഏറ്റവും വലിയ മാർക്കറ്റ്. ആ മാർക്കറ്റിൽ ഇന്ത്യ എത്രമാത്രം ക്യാപ്ചർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അത് മാറ്റർ ചെയ്യും. ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇന്ത്യ അമേരിക്കൻ പറഞ്ഞത് 500 ബില്യൻ്റെ കച്ചവടം നടത്തും. അതായത് അമേരിക്കൻ സാധനങ്ങൾ വാങ്ങും. ഇതൊന്നും റീനെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും. അതും ഇന്ത്യ ഗവൺമെൻറ്റിനും പീയൂഷ് ഗോയലിനും കൃത്യമായിട്ട് അറിയാം. കാരണം പോളിസി മാറ്റിക്കളയും അവർ. അല്ലെങ്കിൽ വേറെ ഇന്ത്യക്കെതിരെ പല രീതിയിലുള്ള പല പ്രോഡക്റ്റുകൾ ദൂരെ കളയും, മറ്റുള്ള രാജ്യങ്ങളും ഉണ്ടാക്കി തരാൻ പറയും. അപ്പോൾ ഇവിടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചൈനയുമായിട്ടൊരു ഡീലിന് അമേരിക്ക പോകരുത്. കാരണം നമ്മുടെ കോമ്പറ്റീറ്റീവ് എന്ന് പറയുന്നത് ഈ പറയുന്ന വിയറ്റ്നാമും മറ്റുള്ള രാജ്യങ്ങൾ ചൈന തന്നെയാണ്. ചൈനീസ് സാധനങ്ങളോട് വരാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഐറ്റംസ്, ഗാർമെൻറ്റ്സ് ആണെങ്കിലും മറ്റുള്ള സാധനങ്ങൾ ഉറപ്പായിട്ടും ഇന്ത്യൻ സാധനങ്ങൾ പുറന്തള്ളിപ്പോകും. കാരണം അവരുമായിട്ട് നമുക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർ വളരെ മുമ്പിലാണ്. ഈ പറയുന്ന അവിടെ ഈ സാധനങ്ങൾ ഉണ്ടാക്കാൻ വളരെ ചിലവ് കുറവാണ്, വളരെ ചീപ്പാണ്. അത് അമേരിക്കൻ മാർക്കറ്റിൽ ഇതേപോലെ ഗാർമെൻറ്റ്സും മറ്റുള്ള സാധനങ്ങൾ, ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങളും ഈ ചൈനയുടെ മുകളിലുള്ള നിയന്ത്രണം എടുത്ത് കളഞ്ഞാൽ ഉറപ്പായിട്ട് ഇന്ത്യക്ക് അടികിട്ടി. ഈ പറയുന്ന പോലെ നമുക്ക് അമേരിക്കൻ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. അതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വളരെ സസൂക്ഷ്മം അമേരിക്കയും ചൈനയും തമ്മിലൊരു ഡീലുണ്ടാകുന്നു, ട്രംപും ചൈനയും തമ്മിൽ ഡീലുണ്ടാകുന്നു നിരീക്ഷിക്കുന്നതിൻ്റെ കാര്യം. കാരണം ഒരു ചെറിയൊരു ഇഷ്യൂ അല്ല ഇത്. അതുണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈ പറയുന്ന പോലെ മാർക്കറ്റൊന്നും അവിടെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അമേരിക്കയിൽ തുറന്നു കൊടുക്കുന്നത് അവരുടെ പോളിസിയുടെ ഭാഗമാണ്. പക്ഷെ ഇപ്പം തടഞ്ഞു നിർത്തിയേക്കുന്നതിൻ്റെ കാര്യം എന്താ? അതായത് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ചൈനീസ് കാറുകൾ അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് യൂറോപ്പിനും ജപ്പാനും അവിടെ കാറ് വിൽക്കാൻ സാധിക്കും? ഏറ്റവും ചീപ്പാണ്, ഇലക്ട്രിക് ആണ്, ഏറ്റവും കൂടുതൽ ഓടുകയും ചെയ്യും, വലിയ മെയിൻ്റനൻസും ഇല്ല. പിന്നെ ആരവിടെ കൊണ്ട് വേറെ ഏത് രാജ്യങ്ങൾക്ക് അവിടെ പോയി കോമ്പറ്റ് ചെയ്യാൻ സാധിക്കും? സിമ്പിൾ ലോജിക്കിൽ ആലോചിച്ചാൽ മതി. ഇതേപോലെ ഇഷ്ടം പോലെ പ്രോഡക്റ്റുകളുണ്ട് ചൈനയുമായിട്ടുള്ള ബന്ധമുള്ള രാജ്യങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പം അവിടെയാണ് ഈ പോളിസി ഡിസിഷൻ മാറ്റർ ചെയ്യുമെന്ന് പറയുന്നത്. അത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ടാണ് അവരും നിശബ്ദമായിട്ടിരിക്കുന്നത്, ഇന്ത്യയും നിശബ്ദമായിരിക്കുന്നത്. എന്താണ് വരാൻ പോകുന്നത്? പുതിയ ലോയും പുതിയ നിയമങ്ങളും പുതിയ രീതിയിൽ ഉണ്ടായി കഴിയുമ്പോൾ അതിനെ ആശ്രയിച്ചായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഈ ഒരു സുപ്രീം കോർട്ട് ഓർഡർ എന്ന് പറയുന്നത് എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. ഇത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യുക. കാരണം അഗേൻസ്റ്റ് അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനെതിരെ തന്നെയാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരെ തന്നെയായിരുന്നു ഈ പറയുന്ന ഇലക്ഷൻ ബോണ്ട്. അപ്പോൾ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. ഇവിടെ ഇലക്ഷൻ ഉണ്ടായാൽ ആൾക്കാർ പണം വാങ്ങുന്നില്ലേ? ഇതൊക്കെ നടക്കുന്നുണ്ട്. അല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചാടിയോട്ട് കാര്യമൊന്നുമില്ല. അവരുടെ ഗവൺമെൻറ്റിൻ്റെ പോളിസി അത് ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റണം.
അപ്പം അത് ഇന്ത്യയോട് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ 500 ബില്യൻ്റെ അമേരിക്കൻ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് അച്ചീവ് ചെയ്യണം. അത് അവർ ഇന്ത്യക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, അത് ചെയ്തു കൊടുക്കാമെന്ന്. അത് ഉറപ്പായിട്ടും മറ്റുള്ള രാജ്യങ്ങളെ ഒതുക്കിയിട്ട് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇതാണ് അതിൻ്റെ മാറ്റർ ചെയ്യുന്നത്. അല്ലാതെ മറ്റുള്ള സന്തോഷത്തിൻ്റെ കാര്യമൊന്നുമില്ല. മറ്റൊരു രൂപത്തിൽ ഈ ടാരിഫ് വേറൊരു പേരിൽ കയറി വരും. അത് എല്ലായിടത്തും നടക്കുന്ന ആ രാജ്യത്തിൻ്റെ അവകാശമാണ്, ആ രാജ്യത്തിൻ്റെ അത് ഭരിക്കുന്നവരുടെ പോളിസി മാറ്ററാണ്. പിന്നെ അതിനകത്ത് ഡെമോക്രാറ്റ്സ് ആണെങ്കിലും റിപ്പബ്ലിക്കൻസ് ആണെങ്കിലും അവരുടെ അൾട്ടിമേറ്റ്ലി അവർ അമേരിക്കൻസ് ആണ്. ഒരു കാര്യം കൂടെ പറയാം. സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഏകദേശം 195ഓളം കമ്പനികളാണ് വന്നത്. ആ കമ്പനികൾ വന്നതിൻ്റെ അകത്ത് 97% അമേരിക്കൻ കമ്പനികളാണ്. ഈ അമേരിക്കൻ കമ്പനികളുമായി ബന്ധപ്പെട്ട് ഇവിടെ ആൾക്കാർ വന്നെല്ലാം വലിയൊരു ശതമാനം ഇന്ത്യൻ ഒറിജിനായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കേണ്ട സംഭവം. ഇവരൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെന്തോ പറയുന്നത്, നിങ്ങൾ അമേരിക്കൻ പ്രോഡക്റ്റ് വാങ്ങുക, അമേരിക്കൻ വാങ്ങുക. ഇവർക്കൊന്നും ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങാൻ താല്പര്യമില്ല. ഇതൊക്കെ ചുമ്മാ പറയുന്ന വെടിപറച്ചിലും ദേശസ്നേഹമൊന്നൊക്കെ ഉള്ളൂ. അല്ല ഒരിക്കലും അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കി പറയുന്നതൊക്കെ കപടത മാത്രമാണ്. അൾട്ടിമേറ്റ്ലി അവർക്ക് താല്പര്യം അവർ ജീവിക്കുന്ന രാജ്യമാണ്. ഇത് ലോകത്തെല്ലാം നടക്കുന്ന സംഭവമാണ്. ഈ ദേശസ്നേഹം, ദേശഭക്തി, അന്ധഭക്തി എന്നൊക്കെ പറയുന്നത് കപടത മാത്രമാണ്. ഇന്ത്യ ഇവിടെ നേട്ടം കൊയ്യാൻ ചെയ്യേണ്ടത് അവരുമായിട്ട് യോജിച്ച് പോളിസിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ട്രേഡിൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ചൈനയുമായിട്ട് അമേരിക്ക ട്രേഡ് ഡീല് ഫ്ലെക്സിബിൾ ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടി കിട്ടുന്നത് ഇന്ത്യക്ക് തന്നെയാണ്.